ഫിലിപ്പിയർ 2-ൽ വിശ്വാസികളെ അവരുടെ രക്ഷയെ പ്രകടിപ്പിക്കുന്നതിനു അനുയോജ്യമായ ജീവിതത്തിന് പൗലോസ് പ്രേരിപ്പിക്കുന്നു. അവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹത്തിനും പ്രചോദനത്തിനും നന്ദി പ്രകടിപ്പിക്കേണ്ടതാണെന്ന് വ്യക്തമാക്കുന്നു. പൗലോസ് അവരെ ഭയത്തോടും വിറയലോടും കൂടെ തങ്ങളുടെ രക്ഷ പ്രാവർത്തികമാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതൊരു രക്ഷ നേടാനുള്ള ശ്രമമല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപയ്ക്ക് അനുയോജ്യമായ ഒരു പ്രതികരണം മാത്രമാണ്. ദൈവം അവരുടെ ഉള്ളിൽ സജീവമായി പ്രവർത്തിക്കുന്നു എന്ന ഉറപ്പിലാണ് ഈ ആഹ്വാനത്തിന് അടിത്തറയിട്ടിരിക്കുന്നത്. അവനെ ഇഷ്ടമുള്ളത് ആഗ്രഹിക്കാനും പ്രവർത്തിക്കാനും അവരെ പ്രാപ്തരാക്കുന്നു. പിറുപിറുക്കുകയോ തർക്കിക്കുകയോ ചെയ്യാതെ ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും മനോഭാവം വളർത്തിയെടുക്കാൻ പ്രോത്സാഹനം നൽകുന്നു. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്കമക്കളും ആകേണ്ടതിന് ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെപ്പോലെ പ്രകാശിക്കുന്നു. സുവിശേഷം, ജീവന്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് അവർ ക്രിസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവരുടെ വിശ്വാസം വ്യർത്ഥമല്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. പൗലോസ് തന്റെ ജീവിതത്തെ അവരുടെ വിശ്വാസത്തിനുവേണ്ടി ചൊരിഞ്ഞ ഒരു വഴിപാടായി കാണുന്നു. ദൈവത്തെയും മറ്റുള്ളവരെയും സേവിക്കാനുള്ള പദവിയിൽ സന്തോഷം കണ്ടെത്തുന്നു. വെല്ലുവിളികളെയും ത്യാഗങ്ങളെയും ദൈവത്തിന്റെ മഹത്തായ പദ്ധതിയുടെ ഭാഗമായി കാണുന്ന ഒരു വീക്ഷണം സ്വീകരിച്ചുകൊണ്ട് ആ സന്തോഷത്തിൽ പങ്കുചേരാൻ അദ്ദേഹം ഫിലിപ്പിയക്കാരോട് ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തുവിൽ കാണുന്ന പ്രത്യാശയിലേക്കും സത്യത്തിലേക്കും മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ലോകത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുമെന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണിത്. കൂടുതൽ വീഡിയോകൾ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.